Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈത്താക്കാലത്ത് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് മിശിഹാ സംഭവത്തിന്റെ ദൃക്സാക്ഷികളായ സ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ രൂപം കൊണ്ട സഭ, അല്ലെങ്കിൽ അവരുടെ പ്രഘോഷണം തന്നെ ഫലം പുറപ്പെടുവിക്കുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന സഭാ സമൂഹങ്ങളെക്കുറിച്ചും അവരുടെ ജീവിത ശൈലിയെക്കുറിച്ചുമാണല്ലോ. ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന വാചകം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായത്തിലെ 52-ാം വാക്യം ധ്യാന വിഷയമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 13-ാം അധ്യായത്തില് മത്തായി ശ്ലീഹ രേഖപ്പെടുത്തുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ പറഞ്ഞ ഉപമകളാണ്. വ്യത്യസ്തങ്ങളായ ഉപമകളിലൂടെയാണ് തന്റെ ശ്രോതാക്കളോട് സ്വർഗരാജ്യത്തിന്റെ രഹസ്യം ഈശോ വെളിപ്പെടുത്തിയത്. കർഷകരോട് വിത്തിന്റെയും വയലിന്റെയും ഒക്കെ ഉപമകളിലൂടെ സംസാരിച്ചപ്പോൾ മുക്കുവരോട് കടലിൽ എറിയപ്പെടുന്ന മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന വലയെക്കുറിച്ച് പ്രതിപാദിച്ചു. വീട്ടമ്മമാരോട് സംസാരിച്ചപ്പോൾ ദൈവരാജ്യം വ്യക്തമാക്കിയപ്പോൾ പുളിമാവിന്റെ ഉപമ പറഞ്ഞുവെങ്കിൽ കച്ചവടക്കാരോട് നിധിയുടെയും രത്നത്തിന്റെയും ഒക്കെ ഉപമ പറഞ്ഞു. ഇങ്ങനെ തന്റെ ശ്രോതാക്കളുടെ സ്വഭാവമനുസരിച്ച്, ഗ്രഹണശക്തി അനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവരാജ്യത്തിന്റെ, സ്വർഗരാജ്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഈശോ വ്യത്യസ്തമായ ഉപമകൾ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ വിവരണമാണ് 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈശോയുടെ പ്രഘോഷണ വിഷയം സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യമായിരുന്നല്ലോ. അത് ആത്യന്തികമായി പിതാവായ ദൈവത്തിന്റെ ഹിതം നടപ്പാകുന്ന സംവിധാനമാണെന്ന് നമുക്കറിയാം. ഈ പിതാവിന്റെ ഹിതം പൂർണ്ണമായി അറിയുകയും അത് സ്വന്തം ജീവിതത്തിൽ പരിപൂർണമായി നിറവേറ്റുകയും എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തത് ഈശോ ആയതുകൊണ്ട് സ്വർഗരാജ്യം അത് ഈശോ തന്നെയാണ് എന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് നമുക്കറിയാം. ആ ഈശോ 52-ാം വാക്യത്തിൽ പറയുന്നത് നാം ഓരോരുത്തരോടുമാണ്. ഈശോ പറയുകയാണ്, സ്വർഗരാജ്യത്തിന് ശിഷ്യനായിത്തീരുന്ന നിയമജ്ഞൻ തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതുമായോ പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യനാണ് എന്ന്. സ്വർഗരാജ്യത്തിന് ഈശോ പ്രഘോഷിച്ച ഈ സുവിശേഷത്തിന് ശിഷ്യനായിത്തീരുന്ന നിയമജ്ഞൻ എന്നുള്ള പ്രയോഗം നിയമം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് പഴയ നിയമത്തെയാണ്. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങളായ പഞ്ചഗ്രന്ഥത്തെ, മോശയുടെ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന തോറായെയാണ് പ്രധാനമായും നിയമം എന്ന് പറഞ്ഞിരുന്നത്. തോറ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിയമം എന്നാണല്ലോ. അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ, പഴയ നിയമ യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തെ ശിഷ്യനായിട്ടുള്ളവരെയാണ്, അതിന്റെ പഠിതാക്കളെയാണ് പഴയ നിയമകാലത്തും ഈശോയുടെ കാലത്തും നിയമജ്ഞർ എന്ന് പറഞ്ഞിരുന്നത്. മോശയുടെ നിയമത്തിൽ ജ്ഞാനമുണ്ടായിരുന്നവരായിരുന്നു നിയമജ്ഞർ അഥവാ സ്ക്രൈബ്സ്. സ്ക്രൈബ് എന്ന പദത്തിന്റെ അർത്ഥം എഴുതുന്നവനെന്നാണ്. അപ്പോൾ ഈ നിയമം പണ്ട് പകർത്തി എഴുതുകയായിരുന്നല്ലോ കയ്യെഴുത്ത് പ്രതികളിലൂടെ. അപ്പോൾ അങ്ങനെ പരിചയം സമ്പന്നരായവരായിരുന്നു പകർത്തി എഴുതിയിരുന്നത്. അതുകൊണ്ട് എഴുതുന്നതിലൂടെ തന്നെ, അതിന്റെ പരിശീലനത്തിലൂടെ തന്നെ ഈ എഴുത്തുകാര്, സ്ക്രൈബുകള്, നിയമജ്ഞര് അതിന്റെ പാണ്ഡിത്യമുള്ളവരായി തീരുകയും ചെയ്യുമായിരുന്നു. ആ പദം തന്നെയാണ് ഈശോ പുതിയ നിയമത്തിലേക്കും ഉപയോഗിക്കുന്നത്. നിയമത്തില് ജ്ഞാനമുള്ളവർ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ ജ്ഞാനമുള്ളവരാണ്. അപ്പോൾ ഈ ജ്ഞാനമുള്ളവർ ദൈവരാജ്യത്തിന്റെ ശിഷ്യനായി തീരുന്ന, അതായത് ഈശോയുടെ സുവിശേഷത്തിന് സ്വയം സമർപ്പിക്കുന്ന, ഈശോയ്ക്ക് സ്വയം സമർപ്പിക്കുന്ന, സത്യമായി ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ പ്രത്യേകത എന്താണ് എന്നാണ് 13-ാം അധ്യായം 52-ാം വാക്യത്തിൽ, ഇന്നത്തെ സുവിശേഷ വായന ഭാഗത്തിന്റെ ഏറ്റവും അവസാനത്തെ വാചകത്തില് ഈശോ വ്യക്തമാക്കുന്നത്. അവൻ എന്താണ് ചെയ്യുന്നത്? തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതുമായവ പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യനാണ് അവൻ എന്നാണ്. അപ്പോൾ ഒരു വീട്ടുടമസ്ഥനോടാണ് ഈ പുതിയ സുവിശേഷത്തില്, ഈശോയുടെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന, സ്വർഗരാജ്യ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനെ ഈശോ താരതമ്യപ്പെടുത്തുന്നത്. ഭവനത്തിന്റെ ഉടമസ്ഥനാണ്. ഈ ഉടമസ്ഥൻ എന്താണ് ചെയ്യുന്നത്? തന്റെ നിക്ഷേപത്തിൽ നിന്ന്, അവൻ നിക്ഷേപം കരുതി വെച്ചിട്ടുണ്ട്, ഈ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതുമായവ പുറത്തെടുക്കുന്നു. ഒരേ സമയം ഒരുപോലെ പഴയതിനെയും പുതിയതിനെയും സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന, അതിൽ നിന്ന് ഈ സുവിശേഷ സന്ദേശം വ്യക്തമായി മനസ്സിലാക്കുന്ന ജീവിക്കുന്ന വ്യക്തിയാണ് പുതിയ നിയമ നിയമജ്ഞൻ എന്നാണ് ഈശോ വ്യക്തമാക്കുന്നത്.
സഭാപിതാവായ ആഗസ്തീനോസ് പറയും, പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ മിശിഹായുടെ സ്വരം തന്നെയാണ്, ദൈവത്തിന്റെ സ്വരം തന്നെയാണ്, ദൈവത്തിന്റെ വചനത്തിന്റെ സ്വരം തന്നെയാണ്, ദൈവത്തിന്റെ വചനം തന്നെയാണ് അവിടെയും പ്രതിധ്വനിക്കുന്നത്. പക്ഷെ അവിടെ ഈ വചനം മറഞ്ഞിരിക്കുകയായിരുന്നു. ഈ വചനത്തെ മറച്ചിരുന്ന വിരി മാറണമെങ്കിൽ വിരി മാറ്റുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ആ വിരി മാറ്റിക്കൊണ്ട് പിതാവായ ദൈവത്തിന്റെ മുഖം നമുക്ക് കാണിച്ചു തന്നത് മനുഷ്യനായി അവതരിച്ച ഈശോയാണ്. അപ്പോൾ ആ ഈശോയാണ് ഈ വിരി മാറ്റി പുതിയതിലേക്ക് നമ്മെ നയിക്കുന്നത്. ആ പുതിയ നിയമം എന്ന് പറയുന്നത് ഈശോയെക്കുറിച്ചും ഈശോയുടെ സുവിശേഷത്തെക്കുറിച്ചും അതിന്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചുമുള്ള ഗ്രന്ഥങ്ങളാണല്ലോ. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ ഈ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ നിധി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ നിധിയിൽ നിന്ന് പഴയതും പുതിയതുമായി പുറത്തെടുക്കുന്നതെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എടുത്ത് മനസ്സിലാക്കി സ്വർഗരാജ്യത്തിന്റെ അംഗങ്ങളായി ജീവിക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയില് വചന ശുശ്രൂഷയില് പഴയ നിയമത്തിൽ നിന്ന് 2 വായനകളുണ്ട്, പുതിയ നിയമത്തിൽ നിന്ന് 2 വായനകളുണ്ട്. പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും ആ നിക്ഷേപം തന്റെ വലിയ നിക്ഷേപമാണ്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയ നിക്ഷേപമാണ് വിശുദ്ധ ഗ്രന്ഥം എന്നുള്ള നിക്ഷേപം. അതിൽ പഴയതുണ്ട്, പുതിയതുണ്ട്, പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. ഇത് രണ്ടിൽ നിന്നും എടുക്കുന്നവൻ, പഴയവയും പുതിയവയും എടുത്ത് സ്വർഗരാജ്യത്തിന്റെ ജീവിത രീതി ശൈലി നിർണ്ണയിക്കുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിലെ നിയമജ്ഞൻ എന്നാണ് ഈശോ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിന്ന്, പഞ്ചഗ്രന്ഥത്തിൽ നിന്ന്, തോറായിൽ നിന്നുള്ള ആദ്യത്തെ വായനയും പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായനയും നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന്, സുവിശേഷത്തിൽ നിന്നും, സുവിശേഷ വ്യാഖ്യാനമായ ലേഖനത്തിൽ നിന്നുമുള്ള വായനകളുള്ളത്. അപ്പോൾ പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും എടുക്കുന്ന ഈ നിയമജ്ഞൻ യഥാർത്ഥ മിശിഹാ ശിഷ്യൻ തന്നെയാണ്, മിശിഹാനുയായി തന്നെയാണ്. സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ സിറിൽ പറയും, ഈ നിയമജ്ഞൻ എന്ന് പറയുന്നത് ഈ 2 ഗ്രന്ഥങ്ങളെയും 2 ഭാഗങ്ങളെയും, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ 2 ഭാഗങ്ങളെയും കുറിച്ച് അവഗാഹമുള്ളവനാണ്, അഗാധമായ പാണ്ഡിത്യമുള്ളവനാണ് എന്ന്. അവനെ സംബന്ധിച്ച് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം, ഒരേക രക്ഷാകര പദ്ധതിയാണ് ഇത് രണ്ടിലും വിവരിക്കുന്നെന്നുള്ള കാര്യം അവന് മനസ്സിലാക്കാനും എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് എന്താണ് പഴയ നിയമം മുഴുവന്റെയും സംഗ്രഹം എന്താണ് എന്നാണ് പഴയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ വായനയിൽ, നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. വീണ്ടും ഇസ്രായേലെ ശ്രവിച്ചാലും ഷെമായ ഇസ്രായേൽ എന്നുള്ള ഇതാണല്ലോ അവരെല്ലാ ദിവസവും ആവർത്തിക്കുന്ന അവരുടെ വിശ്വാസ പ്രഖ്യാപനമായിട്ട് തന്നെ നിൽക്കുന്നത്. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. ഈ ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ് പഴയ നിയമം മുഴുവന്റെയും കാതലെന്ന് പറയാം. ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് മറ്റു ദേവന്മാരുടെ പുറകെ പോകരുത്, ഈ ഏകസത്യ ദൈവത്തെ വേണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാനെന്ന് ദൈവം കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സീനാ ഉടമ്പടിയുടെ ആദ്യ കൽപ്പനയായിട്ട് നൽകിയത് ഈ ഏകദൈവത്തിലുള്ള വിശ്വാസമാണ്, ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാരനോട് ദൈവം പറയുന്നത്, നിന്റെ കയ്യിൽ ഈ പ്രമാണം എഴുതണം, നിന്റെ നെറ്റിത്തടത്തിൽ ഇത് എഴുതണം. കാരണം കയ്യിൽ എഴുതുന്നത് എപ്പോഴും കയ്യിലുള്ളത് കാണും. നെറ്റിത്തടത്തിലുണ്ടെങ്കിൽ ആ നെറ്റിയിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ അത് നമ്മെ ഓർമ്മിപ്പിക്കും, എന്റെ ശിരസിൽ ഞാൻ വഹിക്കുന്നത് ഇതാണ്, എന്നെ കാണുന്നവനും മനസ്സിലാകും ഇവൻ ഈ ദൈവത്തിന്റെ നിയമത്തിന്റെ വാഹകനാണ് എന്നുള്ളത്. മാത്രമല്ല മുൻവാതിലിലും കട്ടിലപ്പടിയിലും പിൻവാതിലിലും എല്ലാം എഴുതി വെക്കണമെന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് പ്രവേശിക്കുമ്പോഴും എല്ലാം ഈ ദൈവവചനമായിരിക്കണം നമ്മുടെ മുൻപിൽ ഉണ്ടാകേണ്ടത്. വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നയാളിനും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നയാളിനും എല്ലാം ഈ വചനം കാണാൻ സാധിക്കണം. പിൻവാതിലിലൂടെ നമ്മൾ പ്രവേശിക്കുന്നത്, നമ്മൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ തന്നെ പറമ്പിലേക്കാണ് ഇറങ്ങുന്നത്, ഭവനത്തിന്റെ ഭാഗം തന്നെയാണ് പിൻവാതിലിലൂടെ പുറത്തേക്ക്. അപ്പോഴും നമ്മുടെ ചിന്ത ദൈവവചനം തന്നെയാണ്. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകണം, ഹൃദയത്തിൽ സംഗ്രഹിക്കണം, സൂക്ഷിക്കണമെന്ന്. മാത്രമല്ല മക്കളോട് ഇത് വളരെ ജാഗ്രതയോടെ പറഞ്ഞു കൊടുക്കുകയും അതേക്കുറിച്ച് അവരോട് സംസാരിക്കുകയും ചെയ്യണമെന്ന് ദൈവം കൽപ്പിക്കുന്നത് നമുക്ക് നിയമാവർത്തന പുസ്തകത്തിൽ കാണാം. ഇന്ന് ദൈവ സംസാരം നമുക്ക് കുറഞ്ഞിരിക്കുന്നു. ഒരു ഗോഡ് ടോക്ക്, വിശ്വാസ സംബന്ധമായ സംഭാഷണം നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതായിരിക്കുന്നു. അതാണ് വിശ്വാസം ക്ഷയിക്കുന്നതിനുള്ളൊരു കാരണം. മാതാപിതാക്കൾ മക്കളുമായിട്ട് വിശ്വാസ കാര്യങ്ങൾ സംസാരിക്കണം. വൈകുന്നേരമെങ്കിലും പ്രാർത്ഥനയ്ക്ക് ശേഷം അത്താഴ സമയത്തോ അല്ലാതെയുള്ള സമയം കണ്ടെത്തിക്കൊണ്ട് വിശ്വാസ വിഷയങ്ങൾ മക്കളുമായി സംസാരിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അത് നമ്മൾ വീണ്ടെടുക്കണം. ഇത് പഴയ നിയമ സംസ്കാരം തന്നെയാണ്. അവിടെയാണ് നമ്മൾ വിവേകിയായ നിയമജ്ഞനായി മാറുന്നത്. പഴയതിൽ നിന്നും പുതിയതിൽ നിന്നുമുള്ള നിക്ഷേപങ്ങൾ എടുക്കുന്ന വിശ്വസ്തനായ കാര്യസ്ഥനായി മാറുന്നത്, വീട്ടുടമസ്ഥനായി മാറുന്നത്.
അതുകൊണ്ടാണ് പൗലോസ്ലീഹ എന്താണ് പറയുന്നത്? തെസ്സലോനിക്കർക്കുള്ള 2-ാം ലേഖനത്തിലെ 11 എന്നുള്ള വാക്യങ്ങൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ വിശ്വാസത്തിലൂടെ, ഈശോയിലുള്ള വിശ്വാസത്തിലൂടെ, അതിനെക്കുറിച്ച് സ്ലീഹ പറയുന്നത് സത്യത്തിലുള്ള വിശ്വാസം. സത്യം ഈശോയാണ്. ഈശോ സത്യം എന്നുള്ളതിന്റെ വാക്ക് അലേത്തേയ്യ എന്നാണ്. അലേത്തേയ്യ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം മറനീക്കുക എന്നാണ്. പഴയ നിയമത്തില് മറഞ്ഞിരുന്ന ദൈവത്തിന്റെ മുഖം നമുക്ക് വ്യക്തമാക്കി തന്നു. അവിടെ സ്വരം കേൾക്കാമായിരുന്നു. ദൈവം സംസാരിക്കുന്നുണ്ടായിരുന്നു പ്രവാചകരിലൂടെ, മോശയുടെയും പ്രവാചകന്മാരിലൂടെയും ഒക്കെ. പക്ഷെ ആ ദൈവത്തിന്റെ മുഖം നമുക്ക് കാണിച്ചു തന്നത്, ആ ദൈവത്തെ മറച്ചിരുന്ന തിരശീല മാറ്റി ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നത് മനുഷ്യനായി അവതരിച്ച ഈശോയാണ്. അതുകൊണ്ടാണ് സത്യമെന്ന് ഈശോയെ വിളിക്കുന്നത്. ഈ സത്യത്തിലുള്ള വിശ്വാസത്താലും അരൂപിയാലുള്ള വിശുദ്ധീകരണത്താലും, എവിടെയാണ് നമ്മൾ അരൂപിയാൽ വിശുദ്ധീകരിക്കപ്പെട്ടത്? മാമോദീസായിലാണ്. മാമോദീസായാണ് വിശുദ്ധീകരണത്തിന്റെ ആദ്യത്തെ കുദാശ. ഈ കുദാശയിലൂടെയാണ് നമ്മൾ റൂഹാദ് കുരിശായാൽ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്കാണ് രക്ഷയുടെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്നത്. രക്ഷ എന്ന് പറയുന്നത് മിശിഹായുടെ മാറ്റത്തിലുള്ള പങ്കുചേരലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏകസത്യ ദൈവത്തെ അറിഞ്ഞ്, പഴയ നിയമത്തിലൂടെ അറിഞ്ഞ്, ആ കൽപ്പനകൾ പാലിച്ച് ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തി 10 കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന വ്യക്തി നിശ്ചയമായിട്ടും ഈശോയിലുള്ള വിശ്വാസത്തിലെത്തും. ആ സത്യദൈവത്തെ തിരിച്ചറിയും. പഴയ നിയമത്തിലുണ്ടായിരുന്ന ആ മറ മാറും. ഈശോയെ, ദൈവത്തെ നമ്മൾ കാണും. മനുഷ്യനായി അവതരിച്ച ഈശോയിൽ റൂഹായാൽ നമ്മൾ വിശുദ്ധീകൃതരാകും. അപ്പോൾ ഈ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട്, അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. സ്ലീഹന്മാരിലൂടെ നമുക്ക് കൈമാറി കിട്ടിയിരിക്കുന്ന ഈ പ്രഘോഷണം, സ്ലീഹന്മാരുടെ പ്രഘോഷണത്തിലൂടെയാണല്ലോ, സ്ലീഹന്മാരായിരുന്നു മിശിഹ സംഭവത്തിന്റെ, മിശിഹായുടെ ജീവിതം മുഴുവന്റെയും ദൃക്സാക്ഷികൾ. അവർ നമുക്ക് കൈമാറി തന്നിരിക്കുന്ന ആ മിശിഹ അനുഭവം, അവർ കണ്ടതും കേട്ടതും സ്പർശിച്ച് അനുഭവിച്ചറിഞ്ഞതുമായ ജീവന്റെ വചനത്തെക്കുറിച്ചുള്ള ആ പ്രഘോഷണം നമ്മൾ സ്വീകരിക്കുകയും, സ്ലീഹന്മാരിലൂടെ മാത്രമല്ല, സ്ലീഹന്മാരുടെ പിൻഗാമികളായ മാർപ്പാപ്പമാരിലൂടെയും മെത്രാന്മാരുടെയും നമുക്ക് ലഭിക്കുന്ന ഈ പ്രബോധനം, ശ്ലൈഹിക പ്രബോധനമാണ് നമ്മുടെ ജീവിതത്തിന് ജീവരസമായി നിൽക്കേണ്ടത്, ജീവശക്തിയായി നിൽക്കേണ്ടത്. ഇന്നും ആ പ്രബോധനം നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമുക്ക് ചുറ്റുമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് എസെക്കിയേൽ പ്രവാചകന്റെ വായനയിൽ നിന്ന് സഭ നമ്മെ ഓർമ്മിക്കുന്നത്. 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകനോടാണ് ദൈവം പറയുന്നത്, ഞാൻ ദൈവത്തോട് പറയുന്നത് എന്താണെന്ന് നീ അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ, വിശ്വസിക്കുന്ന, ഈശോയിൽ വിശ്വസിക്കുന്ന ഏതൊരുവനുമുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. സത്യം എന്താണ് എന്നുള്ളത് ഈശോ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഈ മിശിഹായുടെ സാക്ഷികളായ സ്ലീഹന്മാരിലൂടെയും അവരുടെ പിൻഗാമികളിലൂടെയും സഭ ഇന്നും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അത് മാർപ്പാപ്പന്മാരും മെത്രാന്മാരും കാലാകാലങ്ങളിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ, പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങൾ, ജനത്തെ അറിയിക്കുവാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നിറവേറ്റുന്നില്ല എങ്കിൽ ജനം നശിക്കുമ്പോൾ അതിന്റെ കണക്ക് ചോദിക്കുന്നത് നമ്മോടായിരിക്കും, വിശ്വാസികളോടായിരിക്കും എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. അത് ഉത്തരവാദിത്വം നമ്മുടേതാണ്. പ്രവാചകൻ വിളിക്കപ്പെടുന്നവർ മാത്രമല്ല, സമർപ്പിതർ മാത്രമല്ല, മാമോദിസ മുങ്ങിയ, ഈശോയിൽ വിശ്വസിച്ച് മാമോദിസ മുങ്ങിയ, റൂഹായാൽ വിശുദ്ധീകൃതരായി തീർന്ന എല്ലാവരും ഈശോയുടെ പ്രവാചക ദൗത്യത്തിലും പുരോഹിത ദൗത്യത്തിലും രാജകീയത്വത്തിലും എല്ലാം പങ്കുപറ്റുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോ വിശ്വാസിയും പ്രവാചകനാണ്, അവന് ഈ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നും പ്രവാചകൻ പറയുന്നുണ്ട്. ഈ ചുരുൾ ഭക്ഷിക്കുക, ദൈവവചനത്തിന്റെ ചുരുൾ ഭക്ഷിക്കുക. അത് പ്രവാചകൻ പറയുന്നു, ഞാനത് ഭക്ഷിച്ചു, എന്റെ വയറ് നിറഞ്ഞു, അത് തേൻ പോലെ എന്റെ നാവിൽ മധുരമായി, എന്റെ അധരത്തിൽ മധുരമായി എന്ന്. എന്തിനു വേണ്ടിയാണിത് ഭക്ഷിച്ച് ഇത് തൃപ്തനാകാൻ പറയുന്നത്? പോയി പ്രഘോഷിക്കാനാണ്. അപ്പോൾ മിശിഹായെ രുചിച്ചറിയണം, ദൈവവചനം രുചിച്ചറിയണം. പഴയതും പുതിയതുമായ ആ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയുവാനും ദൈവവചനം രുചിച്ചറിയുവാനും സാധിക്കുമ്പോൾ, ആ ഒരു ആഭിമുഖ്യവും ഒരു ബന്ധവും നമുക്ക് ദൈവവചനവുമായിട്ടുണ്ടാകുമ്പോൾ, ഏത് ദൈവവചനത്തിന് വേണ്ടി, മിശിഹായ്ക്ക് വേണ്ടി പഴയ നിയമം ഒരുക്കിയോ, ഏത് മിശിഹായാണോ പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുകയും പ്രഘോഷിക്കുകയും ചെയ്തത്, ആ മിശിഹ എന്ന വ്യക്തിയിലേക്ക് നമ്മൾ വളരും. ആ വ്യക്തിയുമായി ഒരു ആത്മബന്ധം നമുക്കുണ്ടാകും, ഒരു വ്യക്തിബന്ധമുണ്ടാകും. അതാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നാണ് വായനകൾ നമ്മെ ഓർപ്പിക്കുക. ഈ നിധി കണ്ടെത്തുന്നവരാണ് വയലിൽ മറഞ്ഞിരിക്കുന്ന. വയലെന്ന് പറയുന്നത് യഥാർത്ഥത്തില് വിശുദ്ധഗ്രന്ഥം മുഴുവനുമാണ് എന്ന് ആദ്യകാല ദൈവശാസ്ത്രജ്ഞരിൽ ഏറ്റവും പ്രമുഖനായ ഒറിജിൻ പറയും. വയലെന്ന് പറയുന്നത് വിശുദ്ധഗ്രന്ഥം തന്നെയാണ്. അപ്പോൾ ഈ വിശുദ്ധഗ്രന്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തുക എന്ന് പറയുന്നത് മിശിഹായെ കണ്ടെത്തുക എന്ന് തന്നെയാണ്. അപ്പോൾ ഈ മിശിഹായെ കണ്ടെത്തി കഴിയുമ്പോൾ മറ്റുള്ളതെല്ലാം വിറ്റിട്ട് ഇത് വാങ്ങുവാൻ വേണ്ടി നമ്മൾ ആ നിധി കണ്ടെത്തിയ കച്ചവടക്കാരനെ പോലെ, രത്നം കണ്ടെത്തിയ ആ വ്യാപാരിയെ പോലെ നമ്മളും മറ്റെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ദൈവവചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയായ മിശിഹായെ, ആ രത്നത്തെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഓടും, അതിനുവേണ്ടി പ്രയത്നിക്കുമെന്നാണ് ഒറിജിൻ പറയുന്നത്.
ഹിലരി ആദിമസഭയിലെ തന്നെ മറ്റൊരു പിതാവ് പറയുകയാണ്, മറഞ്ഞിരിക്കുന്ന നിധി എന്ന് പറയുന്നത് മനുഷ്യരൂപത്തിൽ മറഞ്ഞിരിക്കുന്ന നിധിയാണ്. ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സാധാരണ മനുഷ്യരൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ വിശ്വാസത്തിന്റെ ദൃഷ്ടി കൊണ്ട് മാത്രമേ അത് ദൈവപുത്രനാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തി കഴിയുമ്പോൾ, ഈ സ്വർഗീയ നിധി കണ്ടെത്തി കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ച് സ്വന്തമാക്കുവാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം വിൽക്കുവാൻ നമ്മൾ തയ്യാറാകുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നിധി സ്വർഗഭാഗ്യം തന്നെയാണ്. അത് നമുക്ക് സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് ഈ നമ്മുടെ വിളി എന്നുള്ളതാണ് സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുക. എല്ലാത്തരം മത്സ്യങ്ങളെയും പിടിക്കുവാൻ വേണ്ടി കടലിലേക്ക് എറിയപ്പെട്ട വലയ്ക്ക് സദൃശ്യമാണ് സ്വർഗരാജ്യമെന്നും ഈശോ പറയുന്നുണ്ട്. എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടി യഹൂദനെന്നോ വിജാതിനെന്നോ വ്യത്യാസമില്ല, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവരാജ്യത്തിന്റെ ആ വലയെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ദൈവരാജ്യം. ആ വലയാണ് എറിയപ്പെടുന്നത്. അതാണ് മുക്കുവരെ ഏൽപ്പിച്ചത്. ആ മുക്കുവരായിരുന്നു വലിയ മുക്കുവനായ പത്രോസ് സ്ലീഹായും മറ്റു മുക്കുവരായിരുന്നു സ്ലീഹന്മാരിൽ മിക്കവരും നമുക്കറിയാം. അവരെ ഏൽപ്പിച്ചത് മിശിഹായുടെ ഈ സഭയുടെ വലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവവചനത്തിന്റെ വല തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി എമ്പാടുമുള്ളവരെ ഈ വലയ്ക്കുള്ളിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, മിശിഹ നൽകുന്ന രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് അതിലുള്ള ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുവിശേഷം വിശ്വസിക്കുവാനും രുചിച്ചറിയുവാനും അത് ഈ ദൈവവചനമാകുന്ന വചനത്തിന്റെ ഭക്ഷണിക്കലിലും പാനം ചെയ്യലിലൂടെയും അനുഭവിച്ചറിയുവാനും ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മിശിഹായെ ചുറ്റുമുള്ളവരോട് പ്രഘോഷിക്കുവാനും അങ്ങനെ അവരെയും മിശിഹായിലേക്ക് നയിക്കുവാനും അങ്ങനെ മനുഷ്യാവതാരത്തിന്റെ ഫലം ഇന്നും നമുക്ക് ചുറ്റും പുറപ്പെടുവിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് സഭ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഉത്തരവാദിത്വത്തിനനുസൃതം ഉയരുവാനും വളരുവാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ കുർബാനയിലുമുള്ള 4 വായനകളിലും ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും അതിലൂടെ ദൈവം നൽകുന്ന ഈ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.